കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ ഒരിക്കലും മാപ്പ് പറയാറില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ അഭിമാനത്തോടെ പറയാറുള്ളത്. എന്നാൽ ആ ശൈലിയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയോട് പരസ്യമായി മാപ്പ് ചോദിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. തിരുവനന്തപുരത്ത് നടന്ന ഒരു പൊതുചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ അപ്രതീക്ഷിത പ്രഖ്യാപനം. സ്വന്തം പാർട്ടിയുടെ സൈബർ പോരാളികളെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഈ നീക്കം രാഷ്ട്രീയ കേരളത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇത്രയും വിനീതനായി മാപ്പ് പറഞ്ഞത്? CPM-നെ വെട്ടിലാക്കിയ ആ സംഭവങ്ങൾ ഇങ്ങനെയാണ്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി നിർമ്മിച്ച പുനരധിവാസ ടൗൺഷിപ്പ് കാണാൻ നടൻ മമ്മൂട്ടി കഴിഞ്ഞ ശനിയാഴ്ച സ്വകാര്യ സന്ദർശനം നടത്തിയിരുന്നു. ചെന്നൈയിൽ നിന്ന് കോഴിക്കോട് വഴി പുലർച്ചെ തന്നെ അദ്ദേഹം വയനാട്ടിലെത്തിയത് ആരെയും അറിയിക്കാതെയുമായിരുന്നു. എന്നാൽ മമ്മൂട്ടി ടൗൺഷിപ്പിൽ എത്തിയപ്പോൾ CPM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ് അദ്ദേഹത്തെ അനുഗമിച്ചു. നടൻ നടക്കുന്നിടത്തെല്ലാം റഫീഖുമൊപ്പം കൂടുന്നത് കണ്ടപ്പോൾ മമ്മൂട്ടി പതുക്കെ റഫീഖിനോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ എപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നത്? ഞാൻ നിങ്ങൾക്കായി അഥവാ പാർട്ടിക്കായി വന്നതാണെന്ന് ആളുകൾ കരുതും. ഒരു സ്വകാര്യ സംഭാഷണം എന്ന നിലയിൽ മമ്മൂട്ടി പറഞ്ഞ ഈ വാചകങ്ങൾ ആരോ രഹസ്യമായി മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഈ വീഡിയോ വൈറലായതോടെ CPM സൈബർ അണികൾ മമ്മൂട്ടിക്കെതിരെ അതിരൂക്ഷമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ദുരന്തമുഖത്ത് വിശ്രമമില്ലാതെ പണിയെടുത്ത റഫീഖിനെ മമ്മൂട്ടി അപമാനിച്ചു എന്നായിരുന്നു ഇവരുടെ വാദം. എന്നാൽ ഈ സൈബർ ആക്രമണം അതിരുവിട്ടതോടെ സർക്കാർ പ്രതിരോധത്തിലായി. മമ്മൂട്ടിയെപ്പോലൊരു വലിയ കലാകാരനെ സ്വന്തം പാർട്ടി അണികൾ ഇത്തരത്തിൽ അപമാനിക്കുന്നത് തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി നേരിട്ട് രംഗത്തിറങ്ങുകയായിരുന്നു. പോരാഞ്ഞിട്ട് പാർട്ടി ചാനലായ കൈരളിയുടെ ചെയർമാനാണെന്ന കാര്യവും പാർട്ടി ഓർത്തത് പിന്നീടായിരിക്കും. മമ്മൂട്ടിക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട അണികളിൽ നിന്ന് എന്തെങ്കിലും മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പരസ്യമായി മാപ്പ് ചോദിക്കുന്നു എന്ന് പിണറായി വിജയൻ വ്യക്തമാക്കിയതോടെ CPM സൈബർ ഇടങ്ങൾ നിശബ്ദമായി. മമ്മൂട്ടിയെ തിരിച്ചറിയാൻ പാർട്ടിയുടെ സൈബർ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ലേ എന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം യഥാർത്ഥത്തിൽ അണികൾക്ക് നൽകിയ ശക്തമായ ഒരു താക്കീത് കൂടിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ മാപ്പ് പറച്ചിൽ CPM-നുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. G. സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഇതിനോടകം തന്നെ പാർട്ടിയുടെ നിലപാടുകളിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സാഹചര്യത്തിൽ സാംസ്കാരിക നായകരെയും വലിയ ജനപിന്തുണയുള്ള സിനിമാ താരങ്ങളെയും പിണക്കുന്നത് വലിയ ദോഷം ചെയ്യുമെന്ന് പിണറായി വിജയന് നന്നായി അറിയാം. മമ്മൂട്ടി കൈരളി TVയുടെ ചെയർമാൻ കൂടിയാണെന്നിരിക്കെ അദ്ദേഹത്തോടുള്ള ഈ അനാദരവ് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾക്കും കാരണമായിട്ടുണ്ട്. എന്നാൽ മന്ത്രി റിയാസിനെ പോലെയുള്ളവർ റഫീഖിനെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. ഈ വൈരുദ്ധ്യം പാർട്ടിക്കുള്ളിലെ വിള്ളലുകൾ കൂടി തുറന്നു കാട്ടുന്നവയാണ്. യഥാർത്ഥത്തിൽ ഒരു സ്വകാര്യ ഇടപെടലിനെ എങ്ങനെ വിവാദമാക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഈ സംഭവങ്ങളെല്ലാം. മമ്മൂട്ടി ഒരു നല്ല ഉദ്ദേശത്തോടെ നടത്തിയ സന്ദർശനത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചവർക്ക് മുഖ്യമന്ത്രിയുടെ മാപ്പ് പറച്ചിൽ വലിയൊരു തിരിച്ചടിയാണ്. നല്ലതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം എന്ന മുഖ്യമന്ത്രിയുടെ വാചകങ്ങൾ ഓരോ പാർട്ടിക്കാരനും ഒരു പാഠം കൂടിയാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ നീക്കം സൈബർ പോരാളികൾക്ക് ഒരു തളർച്ചയുണ്ടാക്കിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. സ്വന്തം നേതാവ് തന്നെ പരസ്യമായി തള്ളിപ്പറയുന്നത് അവർക്ക് അംഗീകരിക്കാനാവുന്നില്ല. രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇങ്ങനെ മാറുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ മാറ്റം വലിയൊരു രാഷ്ട്രീയ നീക്കമായി വേണം കാണാൻ. മമ്മൂട്ടി എന്ന ബിംബത്തെ സംരക്ഷിക്കുന്നതിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സ് പിടിച്ചെടുക്കാനാണ് പിണറായി ശ്രമിക്കുന്നത്. ഈ വിവാദത്തിലൂടെ CPM എന്ത് നേടിയെന്ന് ചോദിച്ചാൽ സ്വന്തം അണികളെ തള്ളിപ്പറയേണ്ടി വന്ന ഒരു ഗതികേടിലേക്ക് പാർട്ടി എത്തി എന്നതാണ് ഉത്തരം. ഇനിയിപ്പോൾ അടുത്തത് പാർട്ടിയെ അണികൾ തിരുത്തുമോ അതോ പാർട്ടി അണികളെ തിരുത്തുമോ എന്ന് കാത്തിരിക്കാം.